ബിഗ് ബോസ് കൊണ്ട് യൂട്യൂബിന് ഗുണമുണ്ടായി, യൂട്യൂബ് കൊണ്ട് ബിഗ് ബോസിന് ഗുണമുണ്ടായി. ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ഒന്ന് താഴെ ചെയ്ത് ആണോ? എന്ത് പറ്റി? അവർ നമ്മളെ കാണിക്കുന്ന രീതി വെച്ചിട്ടാണല്ലോ നാട്ടുകാർ. ഏത് സമയത്ത് കൃത്യമായിട്ട് TV ഓഫ് ചെയ്യണമെന്ന് ആ പ്രോഗ്രാമിനോട് ഞങ്ങൾ മലയാളികൾ പഠിച്ചോ? എല്ലാവരും നല്ലവരൊന്നുമല്ല, എല്ലാവരും ഭാഗത്ത് തെറ്റുകൾ പറ്റുന്നുണ്ട്, മനുഷ്യരാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഇരുത്തിക്കൊണ്ട് പറയല്ല, മോശം പറയല്ല. നമ്മുടെ ആറാട്ടൻ പിന്നെ ഒരു അലൻ ജോസ് പെരർ, ഇവരൊക്കെ ആൾക്കാർ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നത് അങ്ങനെയല്ല പറയുന്നത്. ഒരു സമയത്ത് അവന് ഭ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിലപ്പോ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. ഇവരെ നന്നാക്കാനാണെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം. നീ ആരാടാ അത് ചെയ്യാൻ, നീ ഇറങ്ങി പോടാന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ അവർ ചൂസ് ചെയ്യണ്ടേ? അവർ കൂടി ചൂസ് ചെയ്യണം. എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. എന്തിനാണ് ആവശ്യമില്ലാത്തവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഇന്റർവ്യൂ? എന്തിനാണ് സീറോ ആയ മനുഷ്യനെ ആവശ്യമില്ലല്ലോ. പണി പാലുമ്പലത്തിലാണല്ലോ കിട്ടിയത്. നിങ്ങൾ തന്നെ പറഞ്ഞു ആ വ്യക്തി ചെയ്ത തെറ്റെന്ന്. നിങ്ങൾ എന്തിനടിസ്ഥാനത്തിലാണ് അയാൾ ചെയ്ത തെറ്റെന്ന് പറയാ? ഇപ്പൊ ആ കുട്ടി ചോദിച്ചാൽ ആറാട്ടെന്ന് വിളിക്കുന്നത് ഇഷ്ടമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുവരെ ഒരു കോമാളിത്തെ മണപ്പൂരം കാണിച്ചിട്ടില്ല. ഇല്ല. നീ എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാ. ഈ കോമാളിത്തരം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ മുന്നിലിരിക്കുന്നുണ്ട്. എടാ ജോയ്, എന്തോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? അപ്പൊ ഈ നടിമാരെയൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി താങ്കൾ എന്തിനാണ് ജയഭാരതി എനിക്ക് കെട്ടണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഈ സംഭവം ആയിട്ടല്ല കേട്ടോ. ഒരു പെൺകുട്ടിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി, ഉടനെ അവൻ പറയും ഞാൻ ആ കുട്ടിയായിട്ട് പ്രേമത്തിലാണ് കല്യാണം കഴിക്കാൻ പോവാന്നൊക്കെ. അയാൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അയാൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ല കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. കല്യാണം കഴിക്കാത്ത ഒരു നടിയാണ് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. ഇതൊരു തെറ്റാണോ? ഇയാളുടെ പ്രശ്നമല്ല ഇതൊക്കെ. ന്യൂസ് കൊടുത്ത് ഇയാളെ ഇതാക്കുന്ന ഇവരുടെ പ്രശ്നം. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇപ്പൊ എപ്പോ വന്നാലും പറയുന്നതാ ഇത് ന്യൂസ് ഇടുന്നതിനാ, ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ. സന്തോഷ് എങ്ങനെ പോപ്പുലർ ആയ? അതാണ് സന്തോഷ് പോപ്പുലർ ആയത് എങ്ങനെ? ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്നെ എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു പൊട്ടൽ എടുത്ത് ഒരു വ്യക്തിയുടെ അവകാശത്തെയോ അവരുടെ അഭിമാനത്തെയോ ക്ഷതം വരുത്തുന്നില്ല. എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല. അതെ. അപ്പൊ കിക്കിലിയടത്തെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് അല്ലയോ? ഓ, ഇപ്പൊ കിക്കിലിയടാ കുഴപ്പക്കാരി. ഓ, എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ. നല്ല തല്ലുണ്ടാവും വിചാരിച്ചതാ. ന്യായമാണോ ഇത്? നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ട് ആള് സായിയോട് സായി എന്റെ കോമാളത്തിൽ ഏതാ നിന്റെ ഇവർ ഈ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന് കോമാളിത്തരം പ്രശ്നമായി. കോമാളിത്തരം മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? നല്ല കാര്യമാണ്. നല്ല കാര്യമാണ് കോമാളിത്തരം. കോമാളിത്തരം മോശമായിട്ട് അവനെ പറ്റി പേസാതെ നായ് ചൊറിനായ്. ആമാ അന്ത സുറിനായ് മാനേജർ ഇപ്പറ്റി വിട്ടാ അവൻ പോയിടും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.